ടേസ്റ്റിന് പറ്റിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന റെസിപ്പി ബാസ്ക്കറ്റ് കേക്കുമായിട്ടാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അച്ചാച്ചനാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളിരുന്ന് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് കേക്കിനുള്ള കേക്ക് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് 1 kg ഉണ്ടാക്കിയൊരു വീഡിയോ നമ്മൾ മുന്നേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം റെസിപ്പി തന്നെയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഓവൽ ഷേപ്പാണെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ടിന്നെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഈ വിഡ്ത്ത് ഒരു 6.5 ഇഞ്ചും പിന്നെ ഈ ലെങ്ത്ത് ഒരു 9 ഇഞ്ചുമാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. ഈ ലെങ്ത്ത് 9 ഇഞ്ചും ഇത് 6.5 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിനകത്ത് 1 kg തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കേക്കിൻ്റെ ഈ ടിന്നിൻ്റെ അളവിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ആ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് കവിഞ്ഞ് പുറത്തു പോകാനിടയാവും. അപ്പോൾ ഞാനിത് വെച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ കേക്ക് ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലാസ്റ്റത്തെ ലെയർ കുറച്ച് കട്ടിയായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ടോപ്പ് ഭാഗം കുറച്ച് ശരിക്കും ഒരു ബാസ്ക്കറ്റിൻ്റെ പോലെ കിട്ടാൻ വേണ്ടി ഞാൻ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അല്പം ചെരിച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഐസിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ലെയർ ചെയ്യാം. നമ്മുടെ ഈ ബാസ്ക്കറ്റ് കേക്ക് നമുക്ക് ഏത് ടേസ്റ്റിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രഷ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. ഞാൻ പൈനാപ്പിളിൻ്റെ ക്രഷാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കേക്കോ ബേസ് കേക്കോ ക്രഷോ അത് ക്രീമോ അത് ഏത് ടേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഈ ബാസ്ക്കറ്റ് കേക്കിന് ഉപയോഗിക്കാം. ഞാൻ അല്പം പൈനാപ്പിളിൻ്റെ ക്രഷ് ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിന് വെള്ളോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇനിയൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഐസിങ് കുറച്ചൊന്ന് സ്റ്റിഫാവണം ശരിക്കും. അപ്പോൾ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ കളറാണ് ചേർത്തേക്കുന്നത്. ചോക്ലേറ്റിൻ്റെ കളറോ ബ്രൗൺ കളറോ നിങ്ങൾക്ക് ചേർക്കാം. ചോക്ലേറ്റിൻ്റെ കളർ ഞാനൊരു 4 ഡ്രോപ്പ് ചേർത്ത് വിപ്പ് ചെയ്തെടുത്തേക്കണതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന നോസിൽ ഇത് ഈ ഡിസൈനിലുള്ള നോസിലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട്
നമുക്ക് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു 3-4 ഫ്ലവർ നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൂ വരച്ചതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ലീഫും കൂടി വരച്ചു കൊടുക്കാം. നമ്മുടെ ബാസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പും കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സൈഡിൽ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉപയോഗിച്ച് കുറച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തപ്പോൾ സൈഡ് ചെയ്തതുപോലെ തന്നെയാണ് ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഡിസൈനിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതിവിടെ ചെയ്തത് ഇതുപോലെ എടുത്തിട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒടിച്ച് എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈനിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് അത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് കേക്ക് ഇതാ ഇവിടെ അച്ഛൻ നല്ല സൂപ്പറായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.